ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആക്ടിവിറ്റി 5 തൊട്ട് 9 വരയ്ക്കും ക്ലാസ് 6ന്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 4ന്റെ ആക്ടിവിറ്റി 5 തൊട്ട് 9 വരയ്ക്കാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ 1 തൊട്ട് 4 വരെ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. The king decided to honor the great grandfather. He organized a function to felicitate him. The great grandfather made a speech about the difference between the lifestyle and the methods of farming during his own time and that of the present generation. അതായത് കിങ് തീരുമാനിച്ചെന്തോ നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന് ഒരു ബഹുമതി നൽകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഫംഗ്ഷൻ ഓണറിന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തു. അങ്ങനെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അവിടെ ഒരു സ്പീച്ച് ചെയ്യാണ്, ഒരു പ്രസംഗം പറയാണ്. സോ എന്താണ് പ്രസംഗത്തിന്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കാലത്തെ ഫാമിങ്ങിന്റെ മെത്തേഡും പിന്നെ ഇപ്പോഴത്തെ ജനറേഷന്റെ മെത്തേഡുകളും. What would be the likely speech made by the great grandfather? Write the speech using the hints given below in the box. സ്പീച്ച് എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക, അത് താഴെ കൊടുത്തിരിക്കുന്ന ഹിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്പീച്ച് ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ സ്പീച്ചിന് നമ്മൾ ഫസ്റ്റ് ഇൻട്രോ വേണം, അതൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഹിന്റുകൾ ഉണ്ടല്ലേ, ഈ ഹിന്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്പീച്ച് ഉണ്ടാക്കും. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ പാസ്റ്റിലെ ഹിന്റ്സ് എല്ലാം കൂടിയിട്ട് ഫസ്റ്റ് പേര ചെയ്യുക, സെക്കൻഡ് പേര വന്നിട്ട് പ്രസന്റിന്റെ ഇതെല്ലാം കൂടെ ചെയ്യുക. അപ്പൊ എന്താ, അതിൽ രണ്ട് ടെൻസ് ആണ്, ഒന്ന് കഴിഞ്ഞു പോയ കാലം, ഇന്ന് ഇപ്പം നിലവിലുള്ള കാലം. അപ്പൊ അതിനനുസരിച്ചാണ് അതിലെ ഗ്രാമർ, അത് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് സെന്റൻസിലേക്ക് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ഉത്തരം കിട്ടും. ഫോർ എക്സാമ്പിൾ നോക്കിക്കോ. ഇപ്പോൾ lived by one's own labor, had no desire for what others had produced, used natural methods for farming, not selfish and were generous. ഇത്രയാണ് ഫസ്റ്റ് പാസ്റ്റിലെ നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത്. അപ്പൊ എങ്ങനെ പറയാ, ദ ഗ്രാൻഡ് ഫാദർ എങ്ങനെ തുടങ്ങുന്നത്? ഓക്കെ, we at the time of our young generation or our farming, okay, we at the timing of farming in the olden days, അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങാം. In the olden days we lived by our own labor. We എന്ന് വെച്ചത് കൊണ്ടാണ് കേട്ടോ, വൺസ് ഓൺ എന്നുള്ളത് മാറ്റിയിട്ട് our own labor. We lived by our own labor and we never had a desire for what others had produced. ഇവിടെ നമ്മൾ നോ എന്നുള്ളത് മാറ്റിയെന്ന് വെച്ചാൽ we never എന്നുള്ളത് വെച്ചോണ്ടാണ് കേട്ടോ. We never had a desire for what others had produced. And always we used natural methods for farming, and that generation was not selfish and were very generous. Okay, സോ ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പ്രസന്റ് ജനറേഷനെ കുറിച്ച് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ദെൻ അതിന്റെ അടുത്ത പാരഗ്രാഫ് ആയിട്ട്, ബട്ട് the present generation and their farming methods and their method of living is entirely different. And the present generation, they always depend on others for the labor, and they are very jealous and greedy, and for the farming they always use artificial methods which is harmful for us, and they are very selfish and self-centered. സോ ഇത്രയും പറഞ്ഞാൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. കാരണം ഈ ഹിന്ദിയിൽ നിന്നാണ് നമ്മളോട് സ്പീച്ച് ഉണ്ടാക്കാൻ പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അഡീഷണൽ സെന്റൻസസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള സ്പേസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും മതിയാവും നമുക്ക് കേട്ടോ. Then activity 6, look at the words given below, compare the features of old present. ഇതിനകത്ത് ഓൾഡ് പ്രസന്റിന്റെയും ഗ്രാൻഡ് ഫാദറിന്റെയും ഫീച്ചേഴ്സ് ഇതിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറയുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലാവും. നമുക്ക് വാക്കുകൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഓൾഡ് പ്രസന്റ് എന്താണ്, പൂവർ ഐസൈറ്റ്, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ബ്രൈറ്റ് ഐസൈറ്റ്, ഡെഫ് ആരാ, ഓൾഡ് പ്രസന്റ്, ക്രീഡി ആരാ, ഓൾഡ് പ്രസന്റ്, ജനറസ് ആരാ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഹെൽത്തി ആരാ, ഗ്രേറ്റ് ഗ്രാൻഡ്. നല്ല നല്ല കാര്യങ്ങൾ ഇതിനകത്തുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇതിനകത്ത് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. സെൽഫിഷ് എന്ന് പറഞ്ഞാൽ ആരാ, ഓൾഡ് പെസന്റ്. ടൂത്ത്ലെസ് ആരാ, പല്ല് പോയത് ആർക്കാ, ഓൾഡ് പെസന്റ്. അങ്ങനെ. സോ അതത്രേ ഉള്ളൂ. ഇനി ആ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മളോട് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഓൾഡ് പെസന്റ് വാസ്, ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. എങ്ങനെയാണ്, the old peasant was having a very poor eyesight, and the old peasant and his generation was very greedy, and they always was lazy, and he was not able to walk properly. He was coming on a അതിനകത്ത് കൊടുത്തിട്ടില്ല അല്ലെ, വാക്ക് ചെയ്യണ തന്നെ. ഓക്കെ, but we can say he was very lazy, and they were unhealthy, and they were very selfish, and they were and he was not even having tooth, and he could not talk properly, and he was
not in a very good health condition. അതിന്റെ ഓപ്പോസിറ്റ് അങ്ങനെ തന്നെ ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. The great grandfather was having a clear eyesight and he was very he could have a clear speech and he has good and strong teeth and he was very hardworking and he is very I mean he is very unselfish and he is very healthy and he has sharp ears and his generation all the farmers were all very healthy. They were having a healthy life. അതിന്റെ ഓപ്പോസിറ്റ് അങ്ങനെ തന്നെ. ഇനി ആക്ടിവിറ്റി 7ലേക്ക് പോവുകയാണെങ്കിൽ റീഡ് ദ വേർഡ്സ് ഗിവൺ ബിലോ എന്ന് ബബിൾ ഇതിനെ മാച്ച് ചെയ്യുന്ന വേർഡ്സുകൾ ഇതിന്റെ അടുത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പൊ സി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ സൈറ്റ്, അതായത് കാഴ്ച, പിന്നെന്താ ലുക്ക്. ഹിയർ എന്ന് പറയുമ്പോൾ വിസ്പർ ആൻഡ് നോയ്സ്, സ്മെൽ എന്ന് പറയുമ്പോൾ പെർഫ്യൂം ആൻഡ് സെന്റ്, ടേസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വീറ്റ് ആൻഡ് സോർ. ആക്ടിവിറ്റി 8 ഈ സെന്റൻസുകൾ താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകൾ ഹാർഡ്ലി ഉപയോഗിച്ചിട്ട് റീറൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എന്താ, ദ ഓൾഡ് മാൻ വാസ് സോ ഡെഫ് ദാറ്റ് ഹി കുഡ് നോട്ട് ഹിയർ വാട്ട് ദ കിങ് സെഡ്. ഓൾഡ് മാൻ എന്തായിരുന്നു, ഭയങ്കര ചെവി പോയ ആളായിരുന്നു. അപ്പൊ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹിയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ കിങ് ഷോഡ് ഇൻ ദ ഗ്രെയിൻ ബട്ട് ദ മാൻ കുഡ് നോട്ട് സീ ഇറ്റ്. The king showed him the grain, but the man could hardly. അപ്പൊ അവിടെ നോട്ട് എടുത്ത് മാറ്റിയിട്ട് എന്താക്കി, ഹാർഡ്ലി എന്നാക്കിയിട്ട്. അത്ര ഉള്ള പരിപാടി. സോ ഓക്കെ, അപ്പൊ നമുക്ക് എന്താ, ദ ഓൾഡ് മാൻ വാസ് സോ ഡെഫ് ദാറ്റ് ഹി കുഡ് ഹാർഡ്ലി ഹിയർ വാട്ട് ദ കിങ് സെഡ്. ഓക്കെ, ഇവിടെ നോട്ട് എടുത്ത് മാറ്റിയിട്ട് ഹാർഡ്ലി ആക്കിയാൽ മതി. ദ വൈസ് മെൻ തോട്ട് ഫോർ but long time, but they could hardly make ഹെഡ് ഓർ ടെയിൽ ഔട്ട് ഓഫ് ഇറ്റ്. എന്താ ഈ നോട്ട് മാറ്റുക, അത് കുഡിൻ്റെ എന്നുള്ളത് കുഡ് നോട്ടാണ്. അപ്പൊ കുഡിന്ന് എഴുതിയിട്ട് ആ നോട്ട് കളഞ്ഞിട്ട് ഹാർഡ്ലി ആക്കുക. ഓക്കെ, ദ leaned men pondered again and searched in their books but could not find anything about it. ഇവിടെ but could hardly find anything about it. We knew nothing of money in our old days. We knew nothing of money in our old days. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. We hardly knew ഇപ്പൊ ഇവിടുത്തെ നെഗറ്റീവ് വേർഡ് അതാ. അപ്പൊ നമ്മൾ ഇവിടെ നിന്നൊക്കെ നോട്ടാണ് എടുത്ത് മാറ്റി ഹാർഡ്ലിക്ക് പകരം അല്ലെ. അപ്പൊ we hardly knew, എന്നിട്ട് ഇവിടുത്തെ നെഗറ്റീവ് വേർഡ് നത്തിങ് അത് എടുത്ത് മാറ്റാം. എന്നിട്ട് എനിത്തിങ് ഓഫ് മണി ഇൻ അവർ ഓൾഡ് ഡേയ്സ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ആക്ടിവിറ്റി 9, read the following sentences from the story. The grain was so large and the hen's egg. The grain was large and the hen's egg. ഓക്കെ, അപ്പൊ അതായത് ഇവിടെ എന്താ പറഞ്ഞേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെന്റൻസുകൾ. അതായത് ഇപ്പൊ ഒരു സെന്റൻസിന് ആസ് എ ഹെൻസ് എഗ് എന്നുള്ള ആസ് എന്നുള്ള വേർഡ് വെച്ചിട്ട് എന്ത് ചെയ്തേക്കാണ്, ആസ് എന്നുള്ള വേർഡ് വെച്ച് എന്ത് ചെയ്തേക്കാണ്, കൂട്ടി യോജിപ്പിച്ചേക്കാണ് ആസ് എന്നുള്ള വേർഡ് വെച്ച്. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ വാക്കുകൾ ഇതിൽ ജോയിന്റ് ആവുന്ന വാക്കുകൾ. അപ്പൊ അതായത് സിമ്പിൾ ആണ്. കിഷോർ ഈസ് ടോൾ, ആനന്ദ് ഈസ് ടോൾ ടു. മനസ്സിലായ? അപ്പൊ നമ്മൾ അതിനെയാണോ ഒരുമിച്ച് എന്താക്കുക, കിഷോർ ഈസ് ആസ് ടോൾ ആസ് ആനന്ദ്. അതുപോലെ നിതിൻ ഈസ് യങ്, വേറെ ആരോടെ യങ് നോക്കിയേ, അതുൽ ഈസ് യങ്. അപ്പൊ എന്താ, നിതിൻ ഈസ് ആസ് യങ് ആസ് അതുൽ. ഇത്രേ ഉള്ളത്, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, Tintu Luca runs fast where a deer also runs fast. Tintu Luca runs as fast as a deer. A jasmine is beautiful as beautiful as a lotus. A grain is small, the ant is also too small. A grain is as small as an ant. Okay, ഇത്രേ ഉള്ളൂ അത്. സോ ഇത്രയാണ് അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ്. ഇനി നമുക്ക് ബാക്കിയുള്ള പാഠങ്ങൾ കാണാം. അപ്പോൾ അതിനു മുമ്പ് കൂട്ടുകാരോട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ എനിക്കൊരു പ്രചോദനമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ദയവേത് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നമുക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ചാപ്റ്ററുകൾ അതുപോലെ തന്നെ ഏതെങ്കിലും പോർഷൻസ് അതുപോലെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോസിന്റെ അടിയിൽ ഇട്ടാൽ മതി. നമുക്ക് ആ ചാപ്റ്ററുകൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.